നമസ്കാരം. ആയിഠായി മിഠായി തിന്നുമ്പോഴെന്തിഷ്ടായി തിന്നുകഴിഞ്ഞാൽ കഷ്ടായി. ഇങ്ങനൊരു പാട്ട് കുഞ്ഞുണ്ണി മാഷ് പാടിയിട്ടുണ്ട്. ഇതേ അവസ്ഥയിലായി നമ്മുടെ പഴയ മേയറൂട്ടിയുടെ കാര്യവും. ഭരണമെല്ലാം തീർന്ന് കോർപ്പറേഷൻ BJPക്ക് കൈമാറിയതോടെ വല്ലാത്ത കഷ്ടമായ നിലയിലാണ് ഈ കുട്ടി ഇപ്പോൾ. ആരവങ്ങളില്ല, ആർക്കും വേണ്ട. ഒരു കസേര പോലുമില്ലാതെ കുഞ്ഞിനെയും എടുത്ത് ഒറ്റ നിൽപ്പാണ് പാർട്ടി പ്രകടന പത്രിക പുറത്തിറക്കുന്ന രംഗം കാണാൻ. അകലെ നിന്ന് ഒരു നോക്ക് കാണാനല്ലാതെ അടുത്തു ചെല്ലാനോ കസേരയിട്ട് മുന്നിലിരിക്കാൻ പോലുമോ കഴിയാത്ത അപ്രഖ്യാപിതമായ വിലക്ക്. MA ബേബിയെയും ശിവൻകുട്ടി മാമനെയും മറ്റും ദൂരെ നിന്ന് ഒരു പൊട്ടുപോലെ കാണാനേ കഴിയുന്നുള്ളൂ. ആര്യ രാജേന്ദ്രൻ്റെ ഭരണത്തോടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കാവിക്കൊടി പാറിയതോടെ കുട്ടിയുടെ ജീവിതം കോഞ്ഞാട്ടയാവുകയായിരുന്നു. നഗരസഭയിലേക്ക് പാർട്ടി വീണ്ടും പരീക്ഷിച്ചില്ല. കൊച്ചുകുട്ടികൾ കുറ്റം ചെയ്താൽ കോലുമിഠായി എന്ന പോലെ ആര്യ ഓരോ കന്നന്തിരിവുകൾ കാണിച്ചപ്പോഴും പാർട്ടി കോലുമിഠായിയും കിലുക്കാമ്പെട്ടിയും സമ്മാനം കൊടുത്തു, ഭയങ്കരമായി പ്രോത്സാഹിപ്പിച്ചു. അതോടൊപ്പം പാർട്ടി മാത്രമാണ് പരമമായ സത്യമെന്നും പാർട്ടിയുടെ വരുതിയിൽ പോയാൽ തനിക്ക് മുന്നേറി വലിയ പദവികളിലെത്താമെന്നും മേയറൂട്ടി കരുതി. ആര്യയുടെ മനസ്സിനെ വാക്കുകൊണ്ട് പോലും ആരെങ്കിലും വേദനിപ്പിച്ചാൽ പാർട്ടിയും അന്തങ്ങളും പരിചയവുമായി രംഗത്ത് വരുമായിരുന്നു. അങ്ങനെ കുട്ടി കണ്ടമാനം രാഷ്ട്രീയ വളർച്ച നേടി. കേരളമാകെ ഒരു പ്രസ്ഥാനത്തെ നാണം കെടുത്തുകയും വെറുപ്പിക്കുകയും ചെയ്ത 3 വനിതകളുണ്ടെങ്കിൽ അതിൽ 1-ാം സ്ഥാനം ഈ കുട്ടിക്കായിരുന്നു. വീണ ജോർജും PP ദിവ്യയുമാണ് 2-ാം സ്ഥാനത്തിനായി മത്സരിച്ചത്. ഇവർ 3 പേരും ഈ പാർട്ടിക്കുണ്ടാക്കിയ പരിക്കുകൾ ചില്ലറയൊന്നുമല്ല. അഹങ്കാരത്തിന് കയ്യും കാലും വയ്ക്കുന്ന പോലെയായിരുന്നു മേയറൂട്ടിയുടെ പ്രവർത്തനമെല്ലാം. ഒരു ബസ് വഴിയിൽ തടഞ്ഞ് ഒരുത്തനോട് കാണിച്ച അധികാര ഹുങ്ക് ആർക്കും മറക്കാൻ കഴിയുന്നതല്ല. അത് തെറ്റാണെന്ന് പറയാൻ ഒരുത്തനും ഉണ്ടായില്ല ആ പാർട്ടിയിൽ. അതോടെ ഡ്രൈവർ യദുവിൻ്റെ ജോലി പോയി. ഗണേഷ് കുമാർ വരെ ആര്യയുടെ പക്ഷത്തായി. DYFയുടെ അഖിലേന്ത്യാ നേതാവ് ലുട്ടാപ്പിയുടെ ഒരു വാർത്താ സമ്മേളനം കാണേണ്ടതായിരുന്നു. അന്ന് KSRTC ബസ്സിൽ നിന്നും അപകരിച്ചെടുത്ത് വിഴിഞ്ഞ മെമ്മറി കാർഡ് കത്രിക പോലെ ഇപ്പോഴും ഏതോ വയറ്റിൽ ദഹിക്കാതെ കിടപ്പുണ്ട്. ഒരു സ്ത്രീ വകതിരിവില്ലായ്മ കാണിക്കുന്നത് കയ്യും കെട്ടി AKG സെൻറ്ററിലെ പ്രമാണിമാർ നോക്കിയിരുന്നു. ഇല്ലാത്ത പുരസ്കാരങ്ങൾ കിട്ടിയെന്ന് വരുത്തിയ സൈബർ ഗുണ്ടകളുടെ ആവേശം ഒന്ന് കാണേണ്ടതായിരുന്നു. അധികാരത്തിലിരുന്ന് ആരെ പുച്ഛിച്ചാലും അഹങ്കരിച്ചാലും പാർട്ടി കൂടെയുണ്ടെങ്കിൽ തനിക്ക് പുല്ലാണെന്ന ഭാവമായിരുന്നു ഈ പെൺകുട്ടിക്ക്. ശിവൻകുട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം പൂജപ്പുര നടക്കുമ്പോഴാണ് ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത നിലയിൽ ആര്യ രാജേന്ദ്രൻ സമ്മേളന നഗരിയുടെ ഒരു കോണിക്ക് ഒതുങ്ങിപ്പോയത്. കുഞ്ഞിനെയും എടുത്ത് ഒരു മൂലയ്ക്ക് നിൽക്കുകയായിരുന്നു. ഒരു കസേര ഒഴിഞ്ഞു കൊടുക്കാൻ പോലും ആരും ഉണ്ടായില്ല. ബസ്സിലൊക്കെ കുട്ടികളെയും കൊണ്ട് കയറുന്ന അമ്മമാർക്ക് പുരുഷന്മാരാരെങ്കിലും എഴുന്നേറ്റ് കൊടുക്കാറുണ്ട്. പക്ഷേ കുഞ്ഞിനെയും എടുത്ത് മണിക്കൂറുകൾ നിന്ന ആര്യയെ ആരും തന്നെ ഗൗനിച്ചില്ല. കണ്ടവരാരും പിന്നെ ഒന്നുകൂടി നോക്കിയതുമില്ല. തൊട്ടരികിലൂടെ MA ബേബി അനുയായികൾക്കൊപ്പം നടന്നു പോകുമ്പോൾ ഒന്നടുത്തു ചെല്ലാൻ പോലും കഴിയാത്ത അവസ്ഥയിലായി ആര്യ രാജേന്ദ്രൻ. 5 വർഷം ഉഗ്രപ്രതാപിയായി പാർട്ടിയുടെ പൊന്നോമനയായി നാട് ഭരിച്ച മേയറാണ് തിരിഞ്ഞു നോക്കാൻ ആളില്ലാതെ ഇരിക്കാനൊരു കസേരയില്ലാതെ അങ്ങനെ അന്യയെപ്പോലെ നിന്നുപോയത്. ആരൊക്കെയോ അടുത്തു ചെന്ന് കുഞ്ഞിനെ കോക്രി പിടിച്ച് ലാളിച്ചതല്ലാതെ മറ്റാരും തിരിഞ്ഞു നോക്കുന്നില്ല. നടക്കുമ്പോൾ നാടും പടയും കിടക്കുമ്പോൾ കട്ടിലും പായും എന്ന പോലെ ഒരവസ്ഥ. കൈക്കുഞ്ഞിനെയും കൊണ്ട് മേയർ കസേരയിലിരുന്ന ഫയലുകൾ നോക്കുന്ന ആര്യ അന്ന് എന്തൊരു വൈറലായിരുന്നു. ലോകത്ത് ഒരമ്മയും കുഞ്ഞിന് പാല് കൊടുത്തിട്ടില്ല എന്ന മട്ടിലായിരുന്നു കമ്മികളുടെ തള്ളിമറിക്കലെല്ലാം. അതേയാൾ കുഞ്ഞിനെ ഒക്കത്തെടുത്ത് അധികാരമില്ലാതെ തനിച്ചിതാ വഴിവെക്ക് നിൽക്കുന്നു. PR-കാരില്ല, റീലുകാരില്ല, പാർട്ടി കിങ്കരന്മാരുടെ സെക്യൂരിറ്റി ഇല്ല, അണിയാൻ കറുത്ത ഗൗണുമില്ല. MA ബേബിയുടെ പ്രസംഗം 1.5 മണിക്കൂർ നീണ്ടിട്ടും ആര്യ മടുക്കാതെ ഒരേ നിൽപ്പ് നിന്നു. നേരം ഇരുട്ടിത്തുടങ്ങിയതോടെ നേതാക്കൾ വേദി വിടും മുമ്പ് ആര്യയും ഇരുളിൽ മറഞ്ഞു. അധികാരം കയ്യിലുള്ളപ്പോൾ അഹങ്കരിക്കാൻ തോന്നുന്ന സകലർക്കുമുള്ള ഒരു ഗുണപാഠമാണിത്. ആര്യയ്ക്ക് പാർട്ടി നഗരസഭയിൽ സീറ്റ് നൽകിയില്ല. അന്ന് ചോദിച്ചപ്പോൾ ഗോവിന്ദൻ പറഞ്ഞത് മേയറെ ഡെപ്യൂട്ടി മേയറാക്കാൻ പറ്റുമോ, പാർലമെൻറ്റിലേക്കോ നിയമസഭയിലേക്കോ വിടുമെന്നാണ്. പക്ഷേ നിയമസഭയിലേക്കും പരിഗണിച്ചില്ല പാർട്ടി. ആ കുട്ടി അധികാരത്തിലിരുന്ന പാർട്ടിയെ അന്ധമായി സ്നേഹിച്ച് നാറി നാണം കെട്ട് സ്വയം ഒഴിഞ്ഞു പോകട്ടെ എന്ന പാർട്ടി ചിന്തിച്ചു കാണും. താനങ്ങ് കത്തിജ്വലിക്കുകയാണെന്നും ആ വെളിച്ചം കണ്ട് പാർട്ടി തന്നെ പാർലമെൻറ്റിലേക്ക് വിടും എന്നുമൊക്കെ പാവം കരുതിപ്പോയി. ആര്യയെ അടുപ്പിച്ചാൽ ജനം പാർട്ടിയെ വെറുക്കുമെന്ന് ഇപ്പോൾ നേതാക്കൾക്കറിയാം. സ്വന്തം ഭർത്താവിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോലും 7 അയലത്ത് അടുപ്പിക്കുന്നില്ല ഈ സ്ത്രീയെ. വെറുതെ ഒരു ഭാര്യയായി അടുപ്പിലൂതി കഴിയാമെന്ന് മാത്രം. അഹങ്കാരം നിറഞ്ഞ ഒരു ധിക്കാരിയുടെ തികച്ചും സ്വാഭാവികമായ അന്ത്യം അതാണ് നമ്മൾ കണ്ടത്. ഈ ഭാര്യ കാരണം ഭർത്താവിൻ്റെ അവസ്ഥ എന്താകുമെന്ന് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴറിയാം.
കൂലിപ്പണിക്കാരന് എവിടെയും ജോലി കിട്ടിയെന്നിരിക്കും. പക്ഷേ അധികാരത്തിൽ നിന്നും പുറത്തായാൽ കൂലിപ്പണിക്ക് പോലും ഒരാളും വിളിക്കില്ല നിങ്ങളെ. എന്തിനാണ് ഈ സ്ത്രീ നാണം കെടാൻ ഇങ്ങനെ വന്നു നിന്നത്? ഇവർ ശിവൻകുട്ടി മാമൻ്റെ പ്രസ്താവനയുമായി ഏതെങ്കിലും ഒരു വീട് കയറിയാൽ അവർ തിരിഞ്ഞുകുത്തും തീർച്ച. മേയറുടെ ഗൗൺ ഊരി വെച്ച് കാക്കിയും ചുവപ്പും അണിഞ്ഞ് പരേഡ് കണ്ടപ്പോൾ കരുതി പാർട്ടി ബ്രിഗേഡിയർ ജനറലാക്കുമെന്ന്. മുഖ്യനും കുടുംബവും തൊപ്പിയും ജാക്കറ്റും അണിഞ്ഞ് വിഴിഞ്ഞത്ത് കാറ്റുകൊള്ളാൻ പോയപ്പോൾ അവിടെയും ഉണ്ടായിരുന്നു ഈ മേയർ. ഇനി ഞാൻ തോഴിയാണെന്ന് പറഞ്ഞ് ക്ലിഫ് ഹൗസിൽ ചെന്നാൽ അവരും കയറ്റിവിടില്ല. ക്ലിഫ് ഹൗസിലെ അവസാന വിഷുക്കണിയും കണ്ട് പിണറായി കുടുംബവും ഇറങ്ങാൻ എല്ലാം കെട്ടിപ്പൊതിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഭർത്താവിന് പണി പോയാൽ എന്താകും ആര്യയുടെ അവസ്ഥ? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ഒരുത്തിയുടെ അഹങ്കാരം എവിടെ വരെ വളർന്നു മുറ്റിയെന്ന് നമ്മൾ കണ്ടതാണ്. ഒരു മനുഷ്യൻ്റെ ആയുസ്സെടുത്തു അവർ. ആര്യ കാരണം യദു ആത്മഹത്യ ചെയ്യാതിരുന്നത് അയാളുടെ ചങ്കുറപ്പ് കൊണ്ട് മാത്രമാണ്. മറന്നു തുള്ളിയാൽ മറിഞ്ഞു വീഴുമെന്ന മഹാപാഠം ഇനിയെങ്കിലും അഹങ്കരിക്കുന്ന ഈ നേതാക്കളൊക്കെ ഓർത്താൽ നല്ലത്.